നമസ്കാരം, ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. വികേന്ദ്രീകരണ ആസൂത്രണം UDF സർക്കാർ അട്ടിമറിച്ചതായി ഡോക്ടർ തോമസ് ഐസക്. ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു തുണ്ട് നിലം പോലും നികത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പകർച്ചപ്പനി തടയാൻ റാന്നിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പഴവങ്ങാടി പഞ്ചായത്തിലെ സഞ്ചരിക്കുന്ന മെഡിക്കൽ ക്യാമ്പുകൾക്ക് തുടക്കമായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വികേന്ദ്രീകരണ ആസൂത്രണം UDF സർക്കാർ അട്ടിമറിച്ചതായി മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആരോപിച്ചു. ഇതുമൂലം പല വികസന പദ്ധതികളും ഫയലിൽ ഒതുങ്ങിയതായും തോമസ് ഐസക് കുറ്റപ്പെടുത്തി. അവർക്ക് വേണമെങ്കിൽ തീരുമാനമെടുപ്പിക്കാമായിരുന്നെങ്കിൽ ഇന്ന് അവരുടെ നിയന്ത്രണത്തിലില്ലാത്ത ഉദ്യോഗസ്ഥനിലേക്ക് അധികാരം കൈമാറുന്നതിനെയാണ് പഞ്ചായത്തിന്റെ സ്വാതന്ത്ര്യമായിട്ട് ഇപ്പോൾ വിശദീകരിച്ച് നടക്കുന്നത്. ഇത് കൊടിയ അഴിമതിയിലേക്കും കെടുകാര്യസ്ഥയിലേക്കുമായിരിക്കും നയിക്കുക. വിജയശതമാനം കുറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇത്തരം കോളേജുകളിലെ വിദ്യാർത്ഥികളെ മറ്റു കോളേജുകളിലേക്ക് മാറ്റണം. 40% താഴെ വിജയശതമാനമുള്ള കോളേജുകൾക്ക് നേരെയാണ് ഹൈക്കോടതി നടപടി നിർദ്ദേശിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം താഴാതിരിക്കാൻ ഇത്തരം നടപടി അനിവാര്യമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. മണിയുടെ കാര്യത്തിൽ കോടതിയുടേത് ശരിയായ തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. മോഡി പോലും പാർട്ടിയെ ആക്ഷേപിക്കാൻ മണിയുടെ പ്രസംഗം ഇടയാക്കിയെന്നും VS പ്രതികരിച്ചു. മണിയുടെ പാർട്ടിയെ മോഡിക്ക് പോലും ആക്ഷേപിക്കാൻ ഇടയാകത്തക്ക തരത്തിലുള്ള വളരെ തെറ്റായ ഒരു പരാമർശനമായിരുന്നു മണി നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കോടതിയെയും ആ പരാമർശനം ശരിയായിട്ടുള്ള നിലയിൽ ചിന്തിക്കാൻ അവസരമൊരുക്കി കാണണം. അപ്പോൾ അതുകൊണ്ട് കോടതി ഇപ്പോൾ അത് സംബന്ധിച്ച് സ്വീകരിച്ചിരിക്കുന്ന സമീപനം തെറ്റാണെന്ന് പറഞ്ഞുകൂടാ. ശരിയായ തീരുമാനം, നിയമത്തെ പരിരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം കോടതി എടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നിങ്ങളുടെ സുന്ദര സ്വപ്നങ്ങളിൽ പട്ടിന്റെ വർണ്ണവിസ്മയം തീർത്ത് മാതാ സിൽക്സ്. ഒരു വർണ്ണപ്പൊട്ടുപോലെ നിറതിങ്കളിന്നു ചാരി എൻ മനസ്സിൻ എൻ സ്വപ്നങ്ങളിൽ ബ്രൈഡൽ ഡിസൈനർ സാരികളുടെ അതിശയിപ്പിക്കുന്ന പുതുപുത്തൻ ശേഖരങ്ങളുമായി ഒരു പ്രത്യേക വിഭാഗം സാരി മന്ത്ര, ബ്രൈഡ്സ് ഓൺ മന്ത്ര. വെറും 99 രൂപ മുതൽ 999 രൂപ വരെ മുതൽ മുടക്കിൽ നിങ്ങളുടെ ഫാഷൻ സങ്കല്പങ്ങളുടെ അതിവിപുല ശ്രേണിയുമായി ദിയ ദ ബഡ്ജറ്റ് സാരി കളക്ഷൻസ്. വസ്ത്രസങ്കല്പത്തിൽ 35 വർഷത്തെ സേവന പാരമ്പര്യവുമായി മാതാ സിൽക്ക് ഹൗസ്, ഇട്ടിയപ്പാറ, റാന്നി. വാർത്തകളിൽ തുടരുന്നു. ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ ഒരിഞ്ച് നിലം പോലും നികത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നെൽവയൽ നീർത്തട വികസന പദ്ധതി വിപുലീകരിച്ച് നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആറന്മുള എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരിഞ്ച് ഭൂമി പോലും നികത്തിയിട്ടില്ല. അവിടെ നികത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്. SNDP യോഗം റാന്നി യൂണിയൻ കൗൺസിൽ നിലവിൽ വന്നു. യൂണിയൻ പ്രസിഡന്റ് K വസന്തകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ PS രാജപ്പൻ അത്തിക്കയം, അനിൽകുമാർ പുറത്തോട്ട്, സതീഷ് KS, VS സോമൻ, KV ലീലാഭായി പൊന്നമ്പാറ എന്നിവരെ തെരഞ്ഞെടുത്തു. പഴവങ്ങാടി പഞ്ചായത്ത് റാന്നി ഇട്ടിയപ്പാറയിൽ പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. രാവിലെ തുടക്കമായ മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സുരേഷ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മക്കപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരും ജീവനക്കാരും മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ക്യാമ്പിലെത്തി രോഗനിർണയം നടത്തി.
ആംബുലൻസ് എത്തിക്കൊണ്ട് ആംബുലൻസിൽ ഡോക്ടറും അതുപോലെ തന്നെ അതിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. നമ്മുടെ നാട്ടിലുള്ള കാഴ്ചപ്പനി തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. ഇപ്പോൾ തന്നെ ഒന്ന് രണ്ട് കോളനികളിലൊക്കെ കാഴ്ചപ്പനി ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടക്കമാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ബോധവാന്മാരാണ്. നമുക്കറിയാം പനി തുടക്കം തന്നെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് വേണ്ടിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്ന് വന്നിരിക്കുന്ന ഓർച്ചപ്പനി അതിനൊരു പരിഹാരം കാണുവാൻ വേണ്ടിയുള്ള തുടക്കം എന്നുള്ള നിലയിൽ ഇന്ന് ഇവിടെ ആരംഭം കുറിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം നമ്മുടെ വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുവാൻ ആലോചിക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി തീരുവാൻ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ അടുത്ത മാസം മുതൽ പത്തനംതിട്ട ജില്ലയിലെ സ്വകാര്യ ക്ലിനിക്കൽ ലബോറട്ടറികളിലെ നിരക്ക് ഏകീകരിക്കുമെന്ന് ഓൾ കേരള മെഡിക്കൽ ലാബ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. അസോസിയേഷനിൽ അംഗത്വമുള്ള എല്ലാ ക്ലിനിക്കുകളും നിരക്ക് വ്യക്തമാക്കുന്ന പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കുമെന്നും അസോസിയേഷൻ അറിയിച്ചു. വോൾട്ടേജ് ക്ഷാമം പരിഹരിച്ച KSEB റാന്നി നോർത്ത് മോഡൽ ഓഫീസിന്റെ സേവനങ്ങൾക്ക് ആദരം പ്രകടിപ്പിച്ച് റാന്നി ഉന്നക്കാവ് സ്വദേശി ഇന്ന് മോഡൽ ഓഫീസിലെത്തി. ജീവനക്കാർക്ക് മധുരം നൽകിയാണ് ജോൺ എന്ന ഉപഭോക്താവ് സന്തോഷം പ്രകടിപ്പിച്ചത്. റാന്നി ഉന്നക്കാവ് സ്വദേശി ജോണാണ് KSEB റാന്നി നോർത്ത് മോഡൽ ഓഫീസിലെ ജീവനക്കാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത്. ഉന്നക്കാവ് മുണ്ടപ്പിളാക്കൽ പടിയിൽ 2 വർഷം മുൻപ് സ്ഥാപിച്ച ട്രാൻസ്ഫോമർ കഴിഞ്ഞ ദിവസം ചാർജ് ചെയ്തതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കാനാണ് ജോൺ ഓഫീസിലെത്തിയത്. ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എഞ്ചിനീയറോട് സംസാരിച്ചപ്പോൾ he has given me an assurance in the presence of couple of people here. The day I received the clearance, next day I will charge the transformer. ജീവനക്കാർക്ക് ലഡു വിതരണം ചെയ്തുകൊണ്ടാണ് ജോൺ എന്ന ഈ ഉപഭോക്താവ് സന്തോഷം പങ്കുവച്ചത്. ട്രാൻസ്ഫോമർ ചാർജ് ചെയ്തതിലൂടെ വർഷങ്ങളായി പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്ന ഫ്രിഡ്ജ് അടക്കമുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനായതിലാണ് ജോണിന്റെ സന്തോഷം. And giving nice voltage, fridge is constantly working with no problem. My inverter is totally silent and I am absolutely so much happiness I have got. And I thought of sharing my happiness with all of them. And I thought of expressing my gratitude and thanks to all of them. ഇലക്ട്രിസിറ്റി വകുപ്പിനെ കുറിച്ച് പുറത്ത് എന്ത് പരാതിയുണ്ടെങ്കിലും ജോൺ തികഞ്ഞ സന്തോഷത്തിലാണ്. കറണ്ട് കട്ടായാൽ മോഡൽ ഓഫീസിലെ ഫോണും നിശബ്ദമാകുമെന്നാണ് നിലവിലെ പരാതി. ഫോണിന്റെ റിസീവർ എടുത്തു മാറ്റുമെന്നാണ് നാട്ടുകാർ ഇല്ലാക്കഥ പറഞ്ഞുണ്ടാക്കുന്നത്. എന്നാൽ ഈ ഉപഭോക്താവിന് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഇലക്ട്രിസിറ്റി വകുപ്പിനെ കുറിച്ച് നല്ല വാക്ക് പറയാനേ ഉള്ളൂ. അവിടെ ഈ രാത്രിയിലും ചിലപ്പോൾ 7 മണിക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. I used to disturb them, but they used to take prompt action. Apart from action, they will give you namaskar. That namaskar is a tonic for all of us. ഏതായാലും തങ്ങളുടെ സർവീസിലെ ആദ്യാനുഭവം പോലെയാണ് ജീവനക്കാർ ലഡു വെയിറ്റ് വാങ്ങി സന്തോഷം അറിയിച്ചത്. സിറ്റി ന്യൂസ് റാന്നി. ഒരിടവേള കൂടി. സ്പ്ലാഷ് ടീം കാർ വാഷ് സെന്റർ, കോളേജ് റോഡ്, മുക്കാൽവൺ, റാന്നി. മധ്യ തിരുവിതാംകൂറിൽ ആദ്യമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടിയ കാർ വാഷ് സെന്റർ. ഞങ്ങളുടെ പ്രത്യേകതകൾ: അത്യാധുനിക സാങ്കേതിക വിദ്യ, 100% രാസവസ്തു വിമുക്തം, വാഹനങ്ങളുടെ പെയിന്റുകൾക്ക് 100% സുരക്ഷിതത്വം, പരിസ്ഥിതി സൗഹാർദ്ദ സാങ്കേതിക വിദ്യ. എല്ലാത്തരം വാഹനങ്ങളുടെയും വാട്ടർ വാഷ് സൗകര്യവും ലഭ്യമാണ്. സ്പ്ലാഷ് ടീം കാർ വാഷ് സെന്റർ, കോളേജ് റോഡ്, മുക്കാൽവൺ, റാന്നി. ഫോൺ 04735 223810 9947174695. വാർത്തകൾ തുടരുന്നു. ഗതാഗത വകുപ്പിൽ മന്ത്രി മാറി വന്നിട്ടും റാന്നി KSRTC ബസ് സ്റ്റേഷൻ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കാനായില്ല. MP ഫണ്ട് ലഭിക്കുമെന്ന ഉറപ്പും റാന്നിയുടെ കാര്യത്തിൽ ഫലം കണ്ടില്ലെന്നും പരാതിയുണ്ട്. ഗതാഗത വകുപ്പിൽ VS സുകുമാർ മാറി ആര്യാടൻ മുഹമ്മദ് വകുപ്പ് മന്ത്രിയായി വന്നിട്ടും റാന്നി ബസ് സ്റ്റേഷന്റെ കാര്യത്തിൽ ഒരു നീക്കവും ഉണ്ടായില്ല. ബസ് സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയായി വർഷമൊന്നു കഴിഞ്ഞിട്ടും ഉദ്ഘാടന കാര്യത്തിൽ തീരുമാനം വൈകുകയാണ്. ഇതോടെ ബസ് സ്റ്റേഷൻ ഗ്യാരേജ് സ്വകാര്യ വാഹന പാർക്കിംഗ് സ്ഥലമായി മാറി.
റാമ്പ്, ടോയ്ലറ്റ്, വർക്ക്ഷോപ്പ്, യാർഡ് എന്നിവയുടെ നിർമ്മാണം മാത്രം അവശേഷിക്കെ റാന്നിയിലെത്തിയ അന്നത്തെ ഗതാഗത മന്ത്രി VS സുകുമാർ നൽകിയ വാഗ്ദാനം എങ്ങനെ? എന്നാലും ഗാരേജിന്റെ പ്രവർത്തനം ഇനിയിപ്പോൾ റാമ്പിന്റെ പണി പൂർത്തീകരിക്കാനുണ്ട്, ആ വഴി പണി പൂർത്തീകരിക്കാനുണ്ട്. അത് പൂർത്തീകരിച്ചാൽ ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഈ ഗാരേജിന്റെ പ്രവർത്തനം ഉദ്ഘാടനം നടത്താം എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു. രാജു എബ്രഹാം MLA നിർദ്ദേശപ്രകാരം റാമ്പിന്റെയും വർക്ക്ഷോപ്പിന്റെയും മറ്റും നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കി. അതുപോലെ തന്നെ നമ്മുടെ 2 HP ഒരു മോട്ടർ, 5000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് തുടങ്ങിയ അസൗകര്യങ്ങളും, അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന ഈ റോഡ് ചള്ള പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു മെയിൻ്റനൻസും ഒരു 10 ദിവസത്തിനുള്ളിൽ MLA ഫണ്ടിൽ ബാക്കി കിടക്കുന്ന കുറച്ച് പൈസയാണുള്ളത്. ആ ഫണ്ടിൽ ഇത് ഒതുക്കാൻ കഴിയുമെന്ന് നോക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 10 ദിവസങ്ങൾക്കുള്ളിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇത് KSRTCക്ക് പൂർണ്ണമായും കൈമാറാൻ കരുതും എന്ന് പ്രതീക്ഷിക്കുക. തുടർന്ന് ഉദ്ഘാടനത്തിനായി മന്ത്രിയെ സമീപിച്ചെങ്കിലും തുടർ നടപടി പിന്നെയും തടസ്സപ്പെട്ടു. ബസ് സ്റ്റേഷൻ പൂർണ്ണതോതിൽ സജ്ജമാകുമ്പോൾ അനിവാര്യമായി ഉറപ്പു നൽകേണ്ട ബസിന്റെ കാര്യത്തിൽ വിവാദമുടലെടുത്തതോടെ കാര്യങ്ങളെല്ലാം കലങ്ങിമറിഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ ഒരു കോൺഗ്രസ് MLA ബസ് വിട്ടു നൽകുന്ന തുടർ നടപടി തടസ്സപ്പെടുത്തിയതായി ആരോപണമുയർന്നു വന്നു. റാന്നിയിൽ KSRTC ബസ് സ്റ്റേഷൻ ആരംഭിക്കാൻ പാടില്ല എന്ന് ഈ പത്തനംതിട്ട ജില്ലയിലെ ഒരു MLA ഗതാഗത മന്ത്രി VS സുകുമാറിന് കത്ത് കൊടുത്തിരിക്കുന്നു. ഞാൻ ആ MLAയുടെ പേരൊന്നും ഇപ്പൊ പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു MLA ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അദ്ദേഹം പറയുന്ന വാദം, പത്തനംതിട്ടയിൽ നിന്നും 10 ബസ് റാന്നിയിലേക്ക് എടുത്താൽ അവിടെ 10 ബസിന്റെ കുറവുണ്ടാകും. സമനില തെറ്റിയ ഭ്രാന്തന്മാർക്ക് മാത്രമേ ഇത്തരത്തിലൊരു അഭിപ്രായം പറയാൻ കഴിയത്തുള്ളൂ. കാരണം കേരളത്തിൽ ഏത് KSRTC ബസ് സ്റ്റേഷൻ ആരംഭിച്ചാലും ആ ബസ് സ്റ്റേഷന് ആവശ്യമായിട്ടുള്ള ബസ് അനുവദിക്കുന്നത് തൊട്ടടുത്ത ഗാരേജിൽ നിന്നാണ്. ഇതിനുശേഷം മന്ത്രിസഭയിൽ വകുപ്പ് മാറ്റം വന്നു. ഗതാഗത വകുപ്പ് ആര്യാടൻ മുഹമ്മദിന്റെ കയ്യിലെത്തി. എന്നിട്ടും റാന്നി KSRTC ബസ് സ്റ്റേഷന്റെ ഉദ്ഘാടന പ്രതിസന്ധി നീക്കാനായില്ല. ബസ് സ്റ്റേഷനിലെ യാർഡിന്റെ നിർമ്മാണത്തിന് MPയുടെ വാഗ്ദാനമുണ്ടായെങ്കിലും ഫണ്ട് ലഭിച്ചില്ലെന്ന പരാതിയും നിലനിൽക്കുകയാണ്. ഏതായാലും ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും റാന്നിയുടെ ചിരകാല സ്വപ്നമായ KSRTC ബസ് സ്റ്റേഷന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ സജ്ജമാക്കാൻ കഴിയാത്തത് ജനങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. സിറ്റി ന്യൂസ് റാന്നി. റാന്നി ഈട്ടിച്ചുവട് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നാളെ രാവിലെ 10 മണി മുതൽ BSNL മേള സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ബ്രോഡ്ബാൻഡ് കണക്ഷൻ ബുക്കിംഗ്, മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി, ലാൻഡ് ഫോൺ കണക്ഷൻ, ഫ്രണ്ട് ആൻഡ് ഫാമിലി സൗകര്യം തുടങ്ങിയവ മേളയുടെ ഭാഗമായി നടക്കും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രം ആനുകൂല്യം ലഭിക്കുന്ന വിധത്തിൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് വെള്ളാള മഹാസഭ ആവശ്യപ്പെട്ടു. ഭൂരിപക്ഷ സമുദായത്തെ അവഗണിച്ച സർക്കാർ നടപടിക്കെതിരെ ഒന്നിച്ച് പ്രതിഷേധിക്കാൻ തീരുമാനമെടുത്ത NSSഉം SNDPയും ഇതര ഹൈന്ദവ സംഘടനകളെ കൂടി ഉൾപ്പെടുത്തി നിലപാട് അറിയിക്കാൻ തയ്യാറാകണമെന്ന് വെള്ളാള മഹാസഭ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ ആവശ്യപ്പെട്ടു. ഒരിടവേള കൂടി. സമ്മാന പെരുമഴ. നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് വിൽസൺ സ്റ്റുഡിയോയുടെ സ്നേഹോപഹാരം. ഒരു ആൽബത്തിനോടൊപ്പം മറ്റൊരു ആൽബവും 100 ഇൻവിറ്റേഷൻ കാർഡും 100 താങ്ക്സ് കാർഡും ഫ്രീ. വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ട ജില്ലയിലെ മലയോര കർഷകരുടെ പട്ടയ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് കിസാൻ സഭ ആവശ്യപ്പെട്ടു. മലയോര മേഖലയിലെ കർഷകർക്ക് പട്ടയാവകാശം ഇതുവരെയും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ സർക്കാർ തുടങ്ങിവെച്ച പല പദ്ധതികളും അട്ടിമറിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും കിസാൻ സഭ ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി. കല്ലൂപ്പാറ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ വിഷയങ്ങളിൽ NRI സീറ്റിൽ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കോളേജിൽ എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0469 267 8983 അല്ലെങ്കിൽ 2677 890 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. പഴവങ്ങാടി പഞ്ചായത്ത് 14ാം വാർഡ് തല ഗ്രാമസഭ വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് പഴവങ്ങാടി ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് വാർഡ് മെമ്പർ അജു വളഞ്ഞന്തുരത്തിൽ അറിയിച്ചു. നിര്യാതനായി. ഐരൂർ പകലോമറ്റം താഴമൺ ചെറുകര തടത്തിൽ മാത്തൻ തോമസിന്റെ മകൻ TT എബ്രഹാം ജോർജ് കുട്ടി നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ന്യൂയോർക്കിൽ നടക്കും.
ഐരൂർ മംഗലം തോട്ടത്തിൽ അന്നമ്മയാണ് ഭാര്യ. സുഭാഷ്, ലത, പുഷ്പ, എബി എന്നിവർ മക്കളും സുധ, സജി, ഷിബു, ആഷ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വികേന്ദ്രീകരണ ആസൂത്രണം UDF സർക്കാർ അട്ടിമറിച്ചതായി ഡോക്ടർ തോമസ് ഐസക്. ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു തുണ്ട് നിലം പോലും നികത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പകർച്ചപ്പനി തടയാൻ റാന്നിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പഴവങ്ങാടി പഞ്ചായത്തിലെ സഞ്ചരിക്കുന്ന മെഡിക്കൽ ക്യാമ്പുകൾക്ക് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.